നമസ്കാരം. ബ്രഹ്മജീവനം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ അഞ്ജു. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ കുറച്ച് പേരെങ്കിലും അലട്ടുന്ന ഒരു പ്രശ്നമാണ് പിരികം നന്നായി കൊഴിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ പിരിയത്തിൻ്റെ കട്ടിയില്ല എന്നുള്ള പ്രശ്നങ്ങൾ. അതുപോലെ കൺപീലിക്ക് നല്ല കട്ടിയില്ല, കൺപീലി കൊഴിഞ്ഞു പോകുന്നു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നാം ഏറെക്കുറെ കേട്ടു വരാറുണ്ട്. മുഖത്തിൻ്റെ ഭംഗി കൂട്ടുവാൻ ഒട്ടും തന്നെ മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്നായി മാറിയിരിക്കുകയാണ് പിരികത്തിൻ്റെ കട്ടി. മുഖത്തിന് ആകർഷണം കൂട്ടുവാൻ ഏറ്റവും പ്രധാനമായി നിൽക്കുന്ന ഒന്നാണ് ഇപ്പോൾ പുരികം. എന്നാൽ പുരികം കൊഴിയുന്നതും ഇല്ലാതാകുന്നതും പലരെയും അലട്ടുന്ന ഒരു പ്രശ്നം കൂടിയാണ്. അതിനൊക്കെ ഒരു പ്രതിവിധിയായിട്ടാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം വേണ്ടത് ആവണക്കെണ്ണ, രണ്ടാമത് നല്ലെണ്ണ, മൂന്നാമത് വേണ്ടത് കരിഞ്ജീരകം, നാലാമത് വെളുത്തുള്ളി, അഞ്ചാമത് വേണ്ടത് നീലമരിയാണ്. നീലമരി പൊടി വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇവിടെ ഞാൻ ഫ്രഷ് ആയിട്ടുള്ള നീലമരിയാണ് എടുത്തേക്കുന്നത്. ഇതിനോടൊപ്പം അവസാനം ആഡ് ചെയ്യുന്നതാണ് അലോവേര ജെല്ലാണ്. ഇതൊരു ജെൽ ഫോമാക്കിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. സൗന്ദര്യ സംരക്ഷണ കാര്യത്തിൽ ആവണക്കെണ്ണയെ ഒട്ടും തന്നെ മാറ്റി നിർത്താൻ പറ്റില്ല. കാരണം മുടി കൊഴിയുന്നതിനും മുടിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും എല്ലാം തന്നെ ആവണക്കെണ്ണ ഉപയോഗിച്ച് വരാറുണ്ട്. പുരികം നല്ല കട്ടിയോടെ വളരുവാനും അതുപോലെ കറുപ്പ് നിറം നൽകുവാനും ഒക്കെയാണ് ഇവിടെ ആവണക്കെണ്ണ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് നല്ലെണ്ണയാണ്. നല്ലെണ്ണയിൽ ധാരാളമായി ആൻറ്റി ഓക്സിഡൻറ്റും ഒമേഗ ഫാറ്റി ആസിഡുകളും അതുപോലെ വൈറ്റമിൻസും മഗ്നീഷ്യം, കാൽസ്യം, പ്രോട്ടീൻ ഇതേപോലുള്ള ധാതുക്കളും അടങ്ങിയിരിക്കുന്നു നല്ലെണ്ണയിൽ. അതിനോടൊപ്പം ആൻറ്റി ഫംഗൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയും ഈ നല്ലെണ്ണയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ പിരികത്തുണ്ടാവുന്ന ഫംഗൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ താരൻ പോലുള്ള മറ്റു പ്രശ്നങ്ങൾക്കൊക്കെ അത്യുത്തമമാണ്. അടുത്തായിട്ട് എടുത്തിരിക്കുന്ന കരിഞ്ജീരകമാണ്. ഹെൽത്ത് വൈസ് ആണെങ്കിലും വളരെയധികം നല്ലതാണ് കരിഞ്ജീരകം. ശരീരത്തിനകത്തുള്ള ടോക്സിനൊക്കെ പുറന്തള്ളുവാൻ അത്യുത്തമം തന്നെയാണ് കരിഞ്ജീരകം. അതിനോടൊപ്പം ഇവിടെയാണെങ്കിൽ പിരികത്തിന് നല്ല കട്ടി ഉണ്ടാവാനും അതിനോടൊപ്പം പിരിയത്തിൻ്റെ കൊഴിച്ചിലൊന്ന് സ്റ്റോപ്പ് ചെയ്യാനൊക്കെ സഹായകമാകും. കരിഞ്ജീരകം, നീലയമരി, വെളുത്തുള്ളി ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് വേണ്ടുന്നത്. അല്ലെങ്കിൽ മിക്സിയിലിട്ട് നിങ്ങൾക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നല്ലെണ്ണയും ആവണക്കെണ്ണയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നന്നായി തന്നെ മിക്സ് ചെയ്യണം. അതിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും അരുത്. നന്നായി തന്നെ ഇവ മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടുന്നത്. കുറച്ച് സമയമെടുത്ത് തന്നെ മിക്സ് ചെയ്യുവാൻ ശ്രദ്ധിക്കണം. ആവണക്കെണ്ണയ്ക്ക് പൊതുവെ നല്ല കട്ടിയാണ്. അതിനുശേഷം 1 മണിക്കൂർ മുതൽ ഒരു 2 മണിക്കൂർ വരെ ഇത് ഇങ്ങനെ തന്നെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക. അതിനുശേഷം ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ മാത്രമായി ഉണ്ടാക്കി സൂക്ഷിച്ച് വയ്ക്കാം. ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ചെയ്ത് സൂക്ഷിച്ച് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 7 ദിവസം വെയിൽ കൊള്ളാൻ വയ്ക്കണം. അങ്ങനെ വെയിൽ കൊള്ളിക്കുമ്പോൾ അതിനകത്തുള്ള ഈർപ്പങ്ങളെല്ലാം നഷ്ടപ്പെട്ട് കുറച്ച് നാൾ അധികം ഇത് ഇരിക്കുകയും ചെയ്യും. അതുമല്ലെങ്കിൽ ഇതെല്ലാം കൂടി എടുത്ത് എണ്ണ കാച്ചി സൂക്ഷിച്ച് വയ്ക്കാം. എണ്ണ കാച്ചി സൂക്ഷിച്ച് വയ്ക്കുമ്പോൾ ഒരു 3 ദിവസം അടുപ്പിച്ച് വെയിൽ കൊള്ളിച്ചാൽ മതിയാവും. അതിനുശേഷം മാത്രം ഉപയോഗിച്ച് തുടങ്ങിയാൽ മതി. ഇവിടെ ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് ചെയ്യുന്നത് എങ്കിൽ പോലും നല്ല സമയമെടുത്താണ് ചെയ്യുന്നത്. ഇപ്പോൾ നല്ല ചൂടായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ ചൂടായി വരുമ്പോൾ നല്ല പതയായിട്ട് വരും. ഇങ്ങനെ പതയായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നീലമരിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ അതുപോലെ കരിഞ്ജീരകത്തിലുള്ള ജലാംശമാണ് അങ്ങനെ ആവുന്നത്. അതെല്ലാം വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യുകയും വേണം. ജലാംശം ഒട്ടുമില്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ജെല്ലിലേക്ക് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് നാൾ ഇരിക്കില്ല. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം. 1 മാസമൊക്കെ ഉണ്ടാക്കി വെക്കുന്നതാണ് നല്ലത്. ഇതല്ല ഇനി കുറച്ച് നാളും കൂടെ അധികം നിങ്ങൾക്ക് ഇരിക്കണമെങ്കിൽ ഇതിലേക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ കൂടി ഇടേണ്ടി വരും. 1 മാസത്തേക്ക് ഒരു 3-4 ടീസ്പൂൺ ജെല്ല് മതിയാവും. അതിനുശേഷം എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഒരു 1-1.5 ടീസ്പൂൺ എണ്ണ മാത്രം ഒഴിച്ചാൽ മതിയാവും. 4 ടീസ്പൂൺ അലോവേര ജെല്ലിന് 1.5 ടീസ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതിയാവും. എണ്ണയും അതുപോലെ ജെല്ലും ഈക്വലായിട്ട് എടുക്കുകയും ചെയ്യരുത്. അതുപോലെ ജെല്ലിനേക്കാൾ കൂടുതൽ എണ്ണയും ആവരുത്. ഇത് ആയാൽ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പിരികത്തേക്ക് പുരട്ടുമ്പോൾ ഒരു അബ്സോർപ്ഷന് നല്ല ടൈം എടുക്കും. അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ജെല്ല് നമ്മൾ എടുത്തിരിക്കുന്ന ജെല്ലും അതുപോലെ എണ്ണയും നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക. അത് നല്ല ടൈം എടുത്ത് തന്നെ മിക്സ് ചെയ്യണം. ജെല്ലിലേക്ക് നീലമരിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ലണക്ക് നിറം കിട്ടുവാനും എന്ന് പറഞ്ഞാൽ നല്ല കറുപ്പ് നിറം ആവാനും അതുപോലെ കൊഴിച്ചിലൊക്കെ ഒന്ന് നിൽക്കുവാനൊക്കെ അത്ര നല്ലത് തന്നെയാണ് നീലമരി.
അതുപോലെ എടുത്ത് പറയേണ്ടതാണ് വെളുത്തുള്ളിയും. ഒരുപാട് വെളുത്തുള്ളി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വെളുത്തുള്ളിക്ക് പകരം നിങ്ങൾക്ക് കൊച്ചുള്ളി ചേർക്കാം, പക്ഷേ വലിയ സവാള ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. ജെല്ലുണ്ടാക്കുമ്പോൾ കുറച്ച് നാൾ അധികം ഇരിക്കണമെന്ന് ഉണ്ടാക്കുന്നവർക്കൊരു ആഗ്രഹം കാണുമല്ലോ. അതിനാൽ തന്നെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ, ഒരു 3 വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ജെല്ലിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. വൈറ്റമിൻ ഇയും അലോവേര ജെല്ലും ഒക്കെ അത്യുത്തമം തന്നെയാണ് നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ഒക്കെ. ഇത്രയേ ഉള്ളൂ ജെല്ലുണ്ടാക്കുന്ന വിധം. അപ്പോൾ ഒന്നും കൂടി പറയാം, ശ്രദ്ധിക്കേണ്ട കാര്യം അലോവേര ജെല്ലിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഓയിൽ അമിതമായി കൂടി പോവാൻ വഴിയൊരുക്കരുത്. ഉപയോഗിക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഒരു ബഡ്സ് ഒക്കെ എടുത്തതിന് ശേഷം പിരികത്ത് ആവശ്യാനുസരണം മാത്രം ഒന്ന് മസാജ് ചെയ്ത് പുരട്ടി കൊടുക്കാം. അതിനോടൊപ്പം നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.